ഹലോ ഗൈസ്, നമുക്കിന്ന് വെണ്ടക്ക കൊണ്ടൊരു സ്പെഷ്യൽ വെക്കാം. ഞാൻ കുറേ നേരമായി വെണ്ടക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കൊരു 2 കൈകളും കൂടി കഴുകിയെടുക്കണം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വെണ്ടക്ക കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി വെണ്ടക്ക സ്പെഷ്യലാണ്. അപ്പം നമ്മൾ വീഡിയോയിലോട്ടേക്ക് പോവാം. ഹലോ, നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്, ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞു. മഴയാണ് ഇവിടെ, അങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ഒരു വെണ്ടക്ക ഫ്രൈ അല്ല, വെണ്ടക്ക പൊള്ളിച്ച് സൂപ്പറായിരിക്കും അല്ലേ. നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം. നമ്മൾക്കൊരു വെളിച്ചമൊന്നും സൂര്യൻ തന്നില്ല, അതുകൊണ്ട് നമ്മളെ മുഖത്തൊരു പ്രകാശമില്ല. നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, പരിപ്പും തക്കാളിയും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ ചൊവ്വാഴ്ച മഴ അങ്ങനെ ഭയങ്കരമായിട്ട് മഴ, നിൽക്കാണ്ട മഴ. ഇനി വാവ് കഴിയേണ്ടി ഇരുന്നാലേ ഇപ്പോൾ മഴ നിൽക്കുള്ളൂ. പണ്ടുള്ള കാരണന്മാർ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മഴേൻ്റെ വരവും പൊക്കൊക്കെ പറയാറ്. അപ്പോൾ മഴയേ മഴയേ വാനം തൂകും പൂങ്കുളിരേ കണ്ടുവോ എൻ കാതലേ നിറയേ കണ്ണിറയേ. ബാക്കിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നിർത്തിക്കഴിഞ്ഞത്. അയ്യോ, നല്ല പാട്ടാണ്, നല്ല സോങ്ങാണ്. നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ആൾക്കാരെനിക്ക് ഇവിടെ പ്രളയം വന്നിട്ട് ഓള് ഇങ്ങനെ കണ്ട റൊമാൻറ്റിക്കായ സോങ്ങൊക്കെ ഇട്ട് കണ്ടിട്ട് ആര് ഇവിടെ മഴേനെ വരവേൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കൂല്ലേ. നമുക്ക് മഴ എന്നും വീക്ക്നെസ് തന്നെയാണ്. മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ വെള്ളം നമ്മളെ നാട്ടിലൊന്നും അരക്കിണറൊന്നും വെള്ളം നിൽക്കത്തില്ല. ഇവിടെ പണ്ട് മുതലേ വെള്ളം നിൽക്കും. അപ്പം നമ്മൾ ഈ വെണ്ടക്ക ഇങ്ങനെ ചീന്തി കൊടുക്കാം. കണ്ടോ, ചീന്തിയിട്ട് ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ ഇങ്ങോട്ട് വരഞ്ഞു കൊടുക്കതാ. കണ്ടോ, അപ്പം അങ്ങനെ ഇരിക്കാനേ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോയോ, എല്ലാവരും ഹാപ്പി അല്ലേ? ഫുഡൊക്കെ നല്ലപോലെ കഴിക്കണം. ഞാനിതൊക്കെ ചീന്തിയിട്ട് ഇനി 2 വീഡിയോ ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. നല്ല മഴ കേട്ടോ, വല്ലാത്തൊരു മഴ, ഒരു ജാതി മഴ, എല്ലാ ജാതി മഴ. അയ്യോ, ഒന്നും പറയണ്ട, എനിക്ക് കിടന്നിട്ട് കിടപ്പിട്ടില്ല. ഇന്നലെ രാത്രി പെരുമഴയായിട്ട് ഞാൻ എന്നോടൊന്നും എന്നിട്ട് നമുക്കൊന്ന് പോയൊക്കെ വാ. എന്ത് മഴ, അന്നേരം വരെ കേൾക്കാനാണ് സുഖം. അപ്പം മഴ ഭയങ്കര ഇഷ്ടം. മഴയത്ത് എങ്ങനെയാ അറിയില്ലായിരുന്നു, കുറച്ച് മൂടി കിടക്കണം, പിന്നെ ചൂടുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെയാണ് നമുക്കൊക്കെ. മഴ കൊണ്ട് പോവുകയും ചെയ്യാം മനുഷ്യൻ, മഴ കൊണ്ട് മഴയത്ത് പോയി. അപ്പം നമ്മൾ ഈ വെണ്ടക്കൊക്കെ ഇങ്ങനെ കീറി കൊടുക്കാൻ മഴയായിട്ട് നമ്മളെന്ന് മുതിരൻ്റെ ഉലുവക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ പോലെ മുതിരക്കഞ്ഞിയാണ് കുടിച്ചത്. മുതിരക്കഞ്ഞി കുടിച്ചില്ല, മുതിര പായസം എന്ന് പറയുന്നത്. ശർക്കരയൊക്കെ ഇട്ടിട്ടല്ലേ വേടിച്ചേ അല്ലേ? വെണ്ടക്ക കുറച്ചുണ്ടല്ലോ, കുറേ ഉണ്ട്, ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഒക്കെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ചോറൊന്ന് നല്ല സുഖമായിരിക്കും. നമുക്ക് പപ്പടം വാങ്ങാൻ മറന്നുപോയി. വെണ്ടക്ക ഇവിടെ ഉള്ളതാണ്. മുന്നേറ്റിനോട് വരുമ്പോൾ പപ്പടം കൊണ്ടുവരാൻ പറയാം അല്ലേ? അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹാപ്പി ഡേ പറഞ്ഞുകൊണ്ട് ഞാൻ മഴക്കാലമേക്കം വന്നു പലതും ജലതിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ പാടിയത്, ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ വിളികൾ തേടിയത്, ഒരു മൗനം പാടിയത്, അത് മോഹം കൂടിയത്. വെണ്ടക്ക റെഡി. പോരാ, വെളുത്തുള്ളി നന്നാക്കുമ്പോഴത്തേന് കുറച്ച് സമയമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചേക്കണം, പുതർന്ന വേഗം വരെ നന്നാക്കാൻ വയ്ക്കും. ഹലോ ഗൈസ്, നമ്മളെ പരിപ്പും തക്കാളിയും കറിയായി വറവതാവുന്ന ഇങ്ങോട്ട് ഇവിടെ എത്തിപ്പോയി. പപ്പടത്തിന് പറയാൻ മറന്ന് സീവാവ് അങ്ങോട്ട്
നമ്മൾ പാൻ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് മുളകും പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും പൊടി ഇട്ട് നമ്മൾ എന്താ നിങ്ങൾ പറയണേ? നമ്മൾ വെണ്ടക്ക ഇട്ടിട്ട് ഇങ്ങനത്തെന്തോ പറയണ്ട് ഞാൻ കേൾക്കാച്ച്. അപ്പം ഇനി നമ്മളിതൊന്ന് തിരിച്ചു മറിച്ചൊന്ന് വാട്ടാട്ടോ. വെണ്ടക്ക മുളകിലും മസാലയിലും കിടന്നിട്ട് അങ്ങോട്ട് വാടട്ടെ. നമ്മൾ വെണ്ടക്കൊക്കെ വാടി തമർന്നു. നമുക്ക് വാങ്ങിയ ഇതിലേക്ക് നമുക്കിതാ വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, ഒരു ക്യാരറ്റ് ആവശ്യമില്ല. പക്ഷേ ഞാൻ ക്യാരറ്റ് ഇവിടെ ഉണ്ട്. ഒന്ന് എടുത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മളെ വലിയ ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കൂടി മുളകും പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ഇച്ചിരി വെള്ളം. അത് നമുക്കിത് ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. നല്ലൊരു എരിവുള്ള കറിയാട്ടോ. ഹലോ ഗൈസ്, ഞാനിത് മഴയത്ത് പോയി ഇല പാറി കൊണ്ടുവന്ന് നല്ല ഇല കിട്ടിയില്ല. നമുക്ക് വാടിയ ഇല കിട്ടിയത്. എന്നാലും വേണ്ടിയില്ല. നല്ല ഇലയൊക്കെ മേലെയാണ്. മഴയല്ലേ പെയ്യണേ, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇല അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മുട്ടറ്റം വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ട് ഇല എടുത്തത്. അത് വാട്ടാൻ വെച്ചതാണ്. ഇനി നമ്മളെ ഇതൊക്കെ എങ്ങനെയാക്കി വെച്ചിട്ടാണ് പോയത്. പൊടിയടിച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി നമ്മളത് ചെയ്യണം. ഇവരും അതിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മളെ വെണ്ടക്ക കൊണ്ടുള്ള വിഭവങ്ങളാണിത്. ഇതിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ലാസ്റ്റേ പറയുള്ളൂ. ഇപ്പം പറയുക. ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതാ ഇതിൻ്റെ മേലെ നല്ല ഫ്രഷായിട്ടുള്ള ചപ്പ് ഇതുകൊണ്ടും തീർന്നില്ല പരിപാടി കേട്ടോ. ഇത് ഓഫാക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പാണ്. ഞാൻ കോരി റെഡിയാക്കി വെച്ചിരിക്കണം. കാരണം വെച്ചാൽ നമ്മളെ ഒരു കൈ കൊണ്ടല്ലേ ഫോണും പിടിച്ച് അങ്ങനെയാണല്ലോ നമ്മളെ പരിപാടി. അപ്പം നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് ഇടട്ടെ കേട്ടോ. ഹലോ ഗൈസ്, ഇനി നമുക്ക് ഇതൊന്ന് പൊതിയാം. ഇതാണ് നമ്മളെ അടുത്ത ഐറ്റംസ്. ഇതാണ് നമ്മളെ വെണ്ടക്ക പൊള്ളിച്ചത്. മീൻ പൊള്ളിച്ചതിന് കേട്ടില്ലേ, അതേപോലെ വെണ്ടക്ക പൊള്ളിക്കുന്നതാണ് അത്. അപ്പം നമുക്ക് ചോറൊക്കെ എടുത്ത് വെക്കാം. എൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുക്കളേൻ്റെ പരുവങ്ങൾ കണ്ടോളൂ. ഇതാണ്ടോ പന്തൽ പാത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഒക്കെ കഴുകാണ്ട് വൃത്തികേടായിരിക്കണം. ആദ്യം ഞാൻ അത് ചെയ്തിട്ട് ബാക്കി. നല്ല ശേഷം നമ്മളെ മീൻ പൊള്ളിച്ച് തുമ്മലൊന്ന് റെഡിയായി.
മറിച്ചിട്ടതാണ് ഞാൻ. നമ്മളെ മീൻ പൊള്ളിച്ചത് ഇതാണ്. നമ്മളെ വെണ്ടക്ക മീൻ പൊള്ളിച്ചത്. അപ്പൊ നമ്മള് കോരിയിട്ടില്ല വെണ്ടക്ക. ഇന്നില്ല, നീ പോയാ ബാങ്കിൽ പരീക്ഷയെങ്കിലും അടുത്ത് അതിലൊക്കെ ഒഴിച്ചുകൂട്ടാൻ പരിപ്പ് ഹലോ, നമ്മളെ മീൻ പെരട്ട്, വെണ്ടക്ക മീൻ പെരട്ടും പരിപ്പും കറിയും ചോറും. ആദ്യം നമ്മൾ മീൻ പെരട്ടൊന്ന് നോക്കി വെക്കാം. ആരടുത്തൊന്നും വലിയ അഭിപ്രായങ്ങളൊന്നും വരില്ല. അപ്പൊ ഞാനൊന്ന് കൂട്ടി വെക്കട്ടെ. ഇത് മാത്രം കൂട്ടി കുഴച്ചോക്കട്ടെ. രസമുണ്ട്. അത് മാത്രം കൂട്ടി കുഴച്ചിരുന്നോളി. പക്ഷെ ഉപ്പുണ്ട് അല്ലേ? ഈ കാലിനൊക്കെ തിന്നാൻ മീൻ പൊരിച്ചതിന്റെ കാലിനൊക്കെ പോലെ തന്നെ ഉണ്ട് മീന്. നല്ല രസം. ഇതാണ് വെണ്ടക്ക പൊള്ളിച്ച്. നമുക്ക് മീനൊന്നും ഇങ്ങനെ പൊള്ളിക്കണല്ലോ. അപ്പൊ മീൻ പൊള്ളിക്കാം. വെണ്ടയ്ക്കയും പരിപ്പുകറിയും എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴച്ചു എന്നിട്ട് അവൻ്റെ ബാഗ് അങ്ങോട്ട് തിന്ന്. അതന്നെ നമുക്ക് ആ സാലിനൊന്നും വേണ്ടപ്പോ അവൻ്റെ കയ്യിൽ സാറിന് നിൽക്കണ പോലെ പരിപ്പ് കറി എത്തി. അതാ ഇഷ്ടം. അതിനർത്ഥം ചോറ് എടുക്കാണ്ട് മക്കളൊക്കെ ചോറൊന്നും വിചാരിക്കുന്നത്. അപ്പം ഞാൻ ടാറ്റാ ബൈ ബൈ പറയട്ടെ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. മീനില്ലാത്തപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ നമുക്ക് ചോറ് അങ്ങനെ ഇറങ്ങിപ്പോകും. കുഴപ്പമില്ല. ഞാനിപ്പോൾ 4 പിടിയോടെ പറ്റുന്നു. മൂത്തത് ഒരു വെണ്ടക്ക ഞാൻ ഒഴിവാക്കി. ഇത് ഞാൻ ചെറിയൊരു ഇളപ്പം കണ്ടിട്ടെടുത്താ. മൂത്തത്